കേരള വിഷൻ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ബേബി കിറ്റ് വിതരണം പാലാ ജനറൽ ആശുപത്രിയിൽ നടന്നു. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന കാരുണ്യ പദ്ധതിയാണ് എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്. ഒരു വർഷം കേരളത്തിൽ 88 സർക്കാർ ആശുപത്രികളിലായി ജനിക്കുന്ന 1,20,000-ലധികം കുട്ടികൾക്കാണ് പദ്ധതിയിലൂടെ ബേബി കിറ്റ് സമ്മാനമായി നൽകുന്നത്. പാലാ ജനറൽ ആശുപത്രിയിൽ ഈരാറ്റുപേട്ട റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെയാണ് കേരള വിഷൻ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നിർവഹിച്ചു. വളരെ ശ്രദ്ധേയമായതും വേറിട്ടതായതും എന്നാൽ ഏറെ പ്രാധാന്യവും പ്രസക്തിയുമുള്ളതുമായ ഒരു പ്രവർത്തനമാണ് കേരള വിഷൻ ചാനൽ ഈരാറ്റുപേട്ട റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ച് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവിടെ ലോകത്തേക്ക് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് ഒരു സമ്മാനം. കേരളത്തിലെ 88ഓളം ഹോസ്പിറ്റലുകളിലായി ഇതിനോടകം 12,000-ലധികം നവജാത ശിശുക്കൾക്ക് ഇത് കേരള വിഷന്റെ നേതൃത്വത്തിൽ നൽകി കഴിഞ്ഞുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നിശബ്ദ വിപ്ലവം, അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും ആവശ്യകമായ ഒരു സേവന പ്രവർത്തനമാണ് കേരള വിഷൻ ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലാ ജനറൽ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഈരാറ്റുപേട്ട റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സണ്ണി മാത്യു അധ്യക്ഷനായിരുന്നു. കേരള വിഷന്റെ ഈ പദ്ധതി കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ വരും വർഷങ്ങളിൽ നടത്തിക്കൊണ്ട് പോകാൻ, കണ്ടിന്യൂയിങ് പ്രോജക്റ്റായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. സമൂഹത്തിൽ ഏറ്റവും അർഹതപ്പെട്ടവരായ ആൾക്കാർക്ക്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് തന്നെ ഈ ജനിച്ചു വീഴുമ്പോൾ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഇതൊരു നല്ലൊരു തുടക്കമാണ്. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബ്ബാർ ബേബി കിറ്റ് കൈമാറി. RMO ഡോക്ടർ രേഷ്മ ബേബി കിറ്റ് ഏറ്റുവാങ്ങി. തുടർന്ന് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബ്ബാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്കൊരു സമ്മാനമായിട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമാണ് കേരള വിഷൻ ചാനൽ ചെയ്യുക. നമ്മളെപ്പോഴും പറയും, ചാനലുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നു, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ അതിന് വളരെ എടുത്തു പറയേണ്ടത് 35 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള കേരളത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലാണ് കേരള വിഷൻ ചാനൽ. അത് മാത്രമല്ല ചെയ്യുന്ന ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകം എടുത്തു പറഞ്ഞ് അവർ അതിന് കാര്യം ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ എൻ്റെ കൺമണിക്ക് ആദ്യത്തെ സമ്മാനം. റോട്ടറി ക്ലബ്ബ് ഈരാറ്റുപേട്ട പ്രൊജക്ട് ചെയർമാൻ ബിജൂസ് കറിയെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ട നമ്മളുടെ തലമുറയിൽ ഇന്ന് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് വലിയതല്ലെങ്കിലും കേരള വിഷൻ്റേതായ ഒരു ചെറിയ സമ്മാനം റോട്ടറി ക്ലബ്ബ് പോലുള്ള കേരളത്തിലെ പുരോഗമന ചിന്താഗതിയിലൂടെ പ്രവർത്തിക്കുന്നവരോട് സഹകരിച്ചുകൊണ്ട് കേരള വിഷൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം, ഈ കുട്ടി വളർന്ന് വലുതാകുമ്പോൾ അതിൻ്റെ മാതാവ് പറഞ്ഞു കൊടുക്കും, പണ്ട് കേരള വിഷൻ റോട്ടറി ക്ലബ്ബുകാരും കൂടി ആദ്യ സമ്മാനം മോക്കാണ് തന്നത്, അല്ലെ എൻ്റെ മോനാണ് തന്നത് എന്ന്. ആ ലക്ഷ്യം പറയുമ്പോൾ അവർ നാളുകളുടെ ഭാവിയിൽ വളർന്നു വരുമ്പോൾ ഈ സമൂഹത്തിനോടുള്ള കടപ്പാടും നാളുകളിൽ ഈ സമൂഹത്തോട് അവനുള്ള ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനത്തിനോട് ലക്ഷ്യമാകട്ടെ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പദ്ധതി തയ്യാറാക്കി നടപ്പാക്കുന്നത്. കോട്ടയം RDD ജിറ്റു സെബാസ്റ്റ്യൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ജില്ലാ സെക്രട്ടറി റെജി ബി, റോട്ടറി ക്ലബ്ബ് ഈരാറ്റുപേട്ട സെക്രട്ടറി ജോബി ജോസഫ് എന്നിവർ സംസാരിച്ചു. പാലാ നഗരസഭാ ചെയർമാൻ, കേരള വിഷൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ അമ്മമാർക്ക് ഗിഫ്റ്റുകൾ വിതരണം ചെയ്തു. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.